ടോക്സിക് റിലേഷൻഷിപ്പ് എപ്പോഴെങ്കിലും ലൈഫിൽ ഫേസ് ചെയ്തിട്ടുണ്ടോ? അതിനെക്കുറിച്ച് ആളുകൾ സംസാരിക്കുന്ന സമയത്ത് എന്താണ് തോന്നുന്നത്, അല്ലെങ്കിൽ അത്തരം അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ അവർക്കൊക്കെ എന്താ ഉപദേശമായിട്ട് കൊടുക്കുക? എനിക്ക് ഒരു റിലേഷൻഷിപ്പ് ടോക്സിക് ആണെന്ന് പറയുമ്പോൾ ഞാനതെനിക്ക് കേട്ടുകേൾവി മാത്രമേ ഉണ്ടായിരുന്നിട്ടുള്ളൂ. പിന്നെ എനിക്കൊരു കുഴപ്പമില്ലാത്തൊരു പ്രണയം ഉണ്ടായിരുന്നു. വേണമെന്നു നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമുക്കറിയാം. നമ്മുടെ ഏതൊരു ബന്ധത്തിലാണെങ്കിലും അതിനകത്തൊരു സാക്രിഫൈസ് ഒക്കെ ഉണ്ടാവും. പറയും അഡ്ജസ്റ്റ്മെന്റ് എന്നൊരു സാധനം. രണ്ട് മനുഷ്യർ ചിലപ്പോൾ ഞാനും അപ്പനും അമ്മയും ഒരുമിച്ച് ജീവിക്കുമ്പോൾ പോലും ഇപ്പോൾ അമ്മ പറയാണ് കിടന്ന് ഇച്ചിരി നേരത്തെ വന്നാൽ എനിക്ക് ഉറങ്ങാമായിരുന്നു എന്ന് പറയുന്നത് അമ്മയുടെ ഉറക്കത്തിന് വേണ്ടി ഞാൻ രാത്രി 10:30 സിനിമ വേണ്ടാന്ന് വെച്ചിട്ട് 5:30 കണ്ട് ഒരു 9:10 വീട്ടിൽ കയറുന്നു. അത് ടോക്സിക് ആണ്, ടോക്സിക് അല്ല. അതെന്നെ സംബന്ധിച്ചിടത്തോളം അമ്മയോടുള്ള റെസ്പെക്ട്. അമ്മ അത്രയും കഷ്ടപ്പെട്ട് കുറേ കാലം പഠിപ്പിച്ചൊരു സ്ത്രീയാണ്. അമ്മയുടെ റിട്ടയർമെന്റ് ലൈഫ് ആസ്വദിക്കുന്ന ഒരു സമയം. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അമ്മയുടെ ഉറക്കമാണ്. ഞാനിപ്പോൾ ഒരു 12 മണിക്ക് വരാമെന്ന് പറഞ്ഞാൽ അമ്മ ഉറങ്ങൂല. അമ്മയുടെ ഒരു ഡിസൈൻ അതാണ് ബ്രെയിനിന്റെ. എന്നാൽ നമ്മൾ ഇടംവലം തിരിയാൻ സമ്മതിക്കാത്ത, നമ്മളെപ്പോഴും നമ്മളുടെ സംശയത്തിന് നേരെ നമ്മൾ ആക്കി നിർത്തുക എന്നുള്ളത് ടോക്സിക് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഈ ടോക്സിക് ബന്ധത്തിന്റെ ഒരു അപകടം എന്താണെന്ന് വെച്ചാൽ, ഈ ടോക്സിസിറ്റിയുടെ മുകളിൽ നമ്മുടെ സ്നേഹം നിൽക്കുന്നുണ്ട്. നമുക്കൊരു ടോക്സിക് ആണെന്ന് തോന്നില്ല. നമുക്കെല്ലാം സ്നേഹമായിട്ടും റിഫ്ലക്ഷൻ ഓഫ് ലവ് ആയിട്ടും തോന്നും. നമ്മൾ ലിറ്ററലി മണ്ടനാക്കപ്പെടുന്ന ഒന്നാണ് ടോക്സിക് റിലേഷൻഷിപ്പ്. ഇപ്പം നമ്മൾ കഴിക്കാനുള്ള ഭക്ഷണത്തിൽ വിഷമുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കില്ല. പക്ഷേ അത് വിഷമുണ്ട്, പക്ഷെ അത് കുഴപ്പമില്ല, നല്ലതിനല്ലേ എന്ന് പറയുമ്പോൾ ചിന്തിച്ചു പോകുന്ന മണ്ടനല്ലേ. അതാണ് ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നത്. നമ്മളെല്ലാം കൂടി ഇങ്ങനെ എന്താ പറയുക കെട്ടിയിടുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചിരുന്നത് ഒരു പക്ഷേ സ്നേഹമായിരുന്നു കാണും, അതൊരു പക്ഷേ കെയറിൻ്റെ അങ്ങേയറ്റമായിരിക്കും എന്ന് കരുതുന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ വിഷം ചേർത്ത ഭക്ഷണങ്ങളൊക്കെ തന്നെയാണ്. ബാലൻസാണ് കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഒരു ഐഡിയൽ റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്ന് എനിക്കും പറയാറുണ്ട്. കാരണം ഞാനൊരു ഐഡിയൽ മനുഷ്യനാണോ, നമ്മൾ വിവാഹം കഴിക്കുന്ന വ്യക്തി, പ്രണയിക്കുന്ന വ്യക്തി ഐഡിയൽ വ്യക്തിയാണ്. ഐഡിയലിസം എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ടോക്സിറ്റി തിരിച്ചറിയാൻ നമുക്ക് പറ്റും. അത് ആയിരിക്കുന്ന സമയത്ത് തിരിച്ചറിഞ്ഞാൽ അത്രയും സമയം നമുക്ക് ലാഭിക്കാം, അത്രയും പീസ് ഓഫ് മൈൻഡ് ലാഭിക്കാം. അല്ലെങ്കിൽ നമുക്ക് കുറേ കാലം എടുക്കും നമുക്ക് മനസ്സിലാത്ത ഇത് നമ്മൾ ചില സമയത്ത് ഈ ആയുർവേദ ട്രീറ്റ്മെന്റ് കടത്തുമല്ലോ, ഒരു 2 മാസം ഇരുന്ന് പിഴിച്ചിൽ കഴിയുമ്പോൾ പുറത്തൊരു ഇത്രയും സാധനം എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്ന് അറിയണ്ടാവും. സോ എന്നോട് ടോക്സിറ്റി അതിലോട്ട് വന്നാൽ ഇരുന്ന് കേൾക്കാനാണ് പതിവ്. നമുക്ക് മറ്റേ ഉയരെ സിനിമയിലല്ലേ പറയുന്നത്, എനിക്ക് ഇങ്ങനെ പ്രോപ്പറായിട്ട് ശ്വാസം എടുക്കാൻ പറ്റണം ജീവിതത്തിൽ. ഉറങ്ങുമ്പോൾ പ്രോപ്പറായിട്ട് ശ്വാസം എടുത്ത് ഉറങ്ങും. അത് നിഷേധിക്കപ്പെടുന്ന എന്തും ടോക്സിക് ആണ്.